Hi friends, GK Well and PSC യുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് PSC കോച്ചിങ് GK Well and PSC നൽകുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഇതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, അതോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ FB പേജ്, ഇവയുടെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. GK World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ട് ബേസിക് നോട്ട്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവെന്ന് പറയുന്നത് 0.03% ആണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 0.3%. മനുഷ്യത്തിന്റെ ഉച്ഛ്വാസ വായുവില് ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. മനുഷ്യന്റെ ഉച്ഛ്വാസവായുവിന്റെ സമയത്തൊക്കെ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായിട്ടുള്ള പ്രധാന വാതകം CO2 തന്നെയാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകവും CO2 ആണ്. അപ്പോൾ CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകതകളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവെന്ന് പറയുന്നത് 0.03% ആണ്. മനുഷ്യന്റെ ഉച്ഛ്വാസവായുവില് ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നു. ഹരിതഗൃഹ പ്രഭാവത്തിന്റെ കാരണമായിട്ടുള്ള പ്രധാന വാതകമാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന വാതകമാണ് CO2. ഓക്കെ, അടുത്തത് മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം എന്താണ്? CO2 ആണ്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഡ്രൈ ഐസ് എന്നാണ് വിളിക്കുന്നത്. ഡ്രൈ ഐസ്, ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായി ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും ഉള്ള വാതകമാണ് കാർബോജൻ. എന്താണ് കാർബോജൻ എന്ന് പറയുന്നത്? കൃത്രിമ ശ്വാസം നൽകാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉള്ള വാതകമാണ് കാർബോജൻ. അലസവാതകങ്ങൾ ഇവയെല്ലാമാണ് നമുക്ക് നോക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ ഇവയെല്ലാമാണ് അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്നാണ് വിളിക്കുന്നത്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡുമുള്ള വാതകമാണ് കാർബോജൻ. അലസവാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ ഇവയെല്ലാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അലസവാതകങ്ങൾ കണ്ടെത്തിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വില്യം റാംസേ ആണ് അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ. ആസ്മയുടെ ചികിത്സയ്ക്ക് ഹീലിയത്തിന്റെയും ഓക്സിജന്റെയും മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആസ്മയുടെ ചികിത്സയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീലിയത്തിന്റെയും അതോടൊപ്പം തന്നെ ഓക്സിജന്റെയും മിശ്രിതം ആണ്. ഇത് നമ്മൾ അലസവാതകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോൺ ആണ്. നിയോൺ. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ് ബൾബിന്റെ അകത്ത് നിറച്ചിരിക്കുന്ന വാതകം. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റാഡോൺ. എന്താണ്? ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്? റാഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അലസവാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്.
റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അലസവാതകമാണ് റാഡോൺ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആസ്മയുടെ ചികിത്സക്ക് ഹീലിയത്തിൻ്റെയും ഓക്സിജൻ്റെയും മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ആർഗൺ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റാഡോൺ. റേഡിയോ ആക്റ്റീവായ ഒരേ ഒരു അലസവാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അലസവാതകമാണ്. ആർഗൺ കണ്ടുപിടിച്ചത് ലോർഡ് റെയ്ലി, വില്യം റാംസെയും ലോർഡ് റെയ്ലിയാണ് ആർഗൺ കണ്ടുപിടിച്ചത്. 1904 2 പേർക്കും നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ലോർഡ് റെയ്ലിക്കും വില്യം റാംസെയ്ക്കും ആർഗൺ കണ്ടുപിടിച്ചതിന് അവരാണ് കണ്ടുപിടിച്ചത്. 1904 2 പേർക്കും നൊബേൽ സമ്മാനം ലഭിച്ചു. അലസവാതകങ്ങളിലെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇലക്ട്രോൺ അഫിനിറ്റി, അലസവാതകങ്ങളിലെ ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ല, അത് 0 ആയിരിക്കും. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ്. അപ്പോൾ ഹീലിയമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. ഈ ഒരു സെക്ഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. ആർഗൺ കണ്ടുപിടിച്ചത് ലോർഡ് റെയ്ലി, വില്യം റാംസെയുമാണ്. അതിന് 1904 2 പേർക്കും നൊബേൽ സമ്മാനം ലഭിച്ചു. അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം ആണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മേരി ക്യൂറിയെ കുറിച്ചിട്ടാണ്. ആരാണ് മേരി ക്യൂറി? മേരി ക്യൂറി എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ നൊബേൽ സമ്മാനം ലഭിച്ച വനിതയാണ്. ഓക്കെ, അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ പറയുന്നത്. നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിതയാണ് മേരി ക്യൂറി. 1867 നവംബർ 7 പോളണ്ടിലാണ് ജനിച്ചത്. 1898 പൊളോണിയം വേർതിരിച്ചു. 1903 മേരി ക്യൂറി, പിയറി ക്യൂറി, ഹെൻറി ബൈക്കറൽ എന്നിവർക്ക് റേഡിയോ ആക്ടിവിറ്റിയിൽ നൽകിയ സംഭാവനകൾക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ആദ്യമായിട്ട് നൊബേൽ സമ്മാനം പങ്കിട്ട ദമ്പതിമാരാണ് മേരി ക്യൂറിയും പിയറി ക്യൂറിയും. 1911 ശുദ്ധമായ റേഡിയം വേർതിരിച്ചെടുത്തതിന് രസതന്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇതോടെ രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് മേരി ക്യൂറി. അപ്പോൾ രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് മേരി ക്യൂറി. 1934 നിരന്തരമായി റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ഏറ്റതിൻ്റെ ഫലമായിട്ട് രക്താർബുദം ബാധിച്ച് അന്തരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേരി ക്യൂറിയെ കുറിച്ചിട്ടാണ്. ഒന്നുകൂടെ വായിക്കാം മേരി ക്യൂറിയെ കുറിച്ചിട്ട്. ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വനിത. 1867 നവംബർ 7 പോളണ്ടിൽ ജനിച്ചു. 1898 പൊളോണിയം വേർതിരിക്കുകയുണ്ടായി. 1903 മേരി ക്യൂറി, പിയറി ക്യൂറി, ഹെൻറി ബെക്കറൽ എന്നിവർക്ക് റേഡിയോ ആക്ടിവിറ്റിയിൽ നൽകിയ സംഭാവനകൾക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. ആദ്യമായിട്ട് നൊബേൽ സമ്മാനം പങ്കിട്ട ദമ്പതിമാരാണ് മേരി ക്യൂറിയും പിയറി ക്യൂറിയും. 1911 ശുദ്ധമായ റേഡിയം വേർതിരിച്ചെടുത്തതിന് രസതന്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചു. ഇതോടെ രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയായിട്ട് മേരി ക്യൂറി മാറി. 1934 നിരന്തരമായ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ഏറ്റതിൻ്റെ ഫലമായിട്ട് രക്താർബുദം ബാധിച്ച് മരണമടയുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും അലസവാതകങ്ങളും അതോടൊപ്പം തന്നെ മേരി ക്യൂറിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ പ്രൊഫൈൽ ലിങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അതോടൊപ്പം പ്ലീസ് ടു റിവ്യൂ, റെക്കമെൻഡ് ആൻഡ് റേറ്റ് മൈ ക്ലാസ്സസ്. അപ്പോൾ അടുത്ത സെക്ഷൻ ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, GK വെൽഡൺ PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് GK വെൽഡൺ PSC എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ അൺഅക്കാഡമി ആപ്പ് വഴി നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്കാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ
ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം GK വേൾഡ് ആൻഡ് PSC എന്ന ഞങ്ങളുടെ FB പേജിൻ്റെ ലിങ്കും ഈ FB പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, FB പേജ് ഓപ്പൺ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും അപ്ഡേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. ഇനി കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് Unacademy എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രൗസറോ ക്രോമോ ഏത് വഴിയിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം വഴിയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻറോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ IDയും അതോടൊപ്പം ഒരു പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ലോഗിൻ ആവും. അപ്പോൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൻ്റെ ക്ലാസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി, ഒരുപാട് കോഴ്സുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നേരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എൻറോൾ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോളോഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ IDയും ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് ഒരു കോഴ്സിനകത്ത് 6 to 8, 10, 12 അങ്ങനെ ലെസൺസ് ഉണ്ട്. അപ്പോൾ എല്ലാ ലെസൺസും കാണാൻ ശ്രമിക്കുക ഒരു കോഴ്സിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയിലെ തിരുവനന്തപുരത്തിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അടിച്ച് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഞങ്ങൾക്ക് മെസ്സേജ് FB വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. അതിനുശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റേറ്റ്, റിവ്യൂ ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും റിവ്യൂ 2, 5 റേറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് എന്ന ബട്ടൺ ഈ 5 സ്റ്റാറിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ Unacademyയുടെ ആപ്പ് വഴിയാണ് കയറുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്രയും പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് Unacademy എന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണും, ഇതേപോലെ സെർച്ച് ബട്ടൺ. അതിൽ എൻ്റെ പേര് അടിച്ചു കൊടുക്കുക, ആഷ്ന ഷാജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എൻ്റെ പ്രൊഫൈൽ വരും. അവ കോഴ്സുകളിൽ വീണ്ടും എൻ്റെ പ്രൊഫൈൽ പറഞ്ഞ് ഞാൻ പറഞ്ഞ എന്നെ ഫോളോ ചെയ്യുക. ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കാണാം, റെക്കമെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭ്യമാകും. ഇന്ന ആൾ ഇന്ന ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആപ്പ് വഴിയല്ല, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടാണ് കയറണമെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ആദ്യം GK World and PSC സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ജൂൺ 1 മുതൽ കമ്പനി ബോർഡിൻ്റെ ക്രാഷ് കോഴ്സ് 9 ഡേ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് Unacademy എന്ന ആപ്പിലൂടെ ജൂൺ 1 മുതൽ ലഭ്യമാണ്. ഇന്ന് മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അത് പബ്ലിഷ് ആവും. അപ്പോൾ പ്ലീസ് ഡു കീപ് സപ്പോർട്ട് മീ. താങ്ക് യു.